സമയം രാവിലെ 6 മണി കേട്ടോ. സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വാരണാസിയിൽ കാശിലാണുള്ളതെന്ന് അറിയാലോ. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഇവിടുത്തെ ആസിക്കെട്ടും ഗംഗാരതിയൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഘാട്ടിലാണ്. ദശാശ്വമേധ് എന്ന് പറയുന്ന ഘട്ടാട്ടോ. ഇത് പ്രധാനപ്പെട്ട ഘട്ടുകളിലൊന്നാണ്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നേക്കുന്നത് കാണാം. ഇവിടെ വൈകുന്നേരമാണ് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം വന്ന് ഇവിടുത്തെ ഗംഗാരതിയാണ് ഫേമസ്. ദശാശ്വമേധ് ഘട്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര തിരക്കാട്ടോ റോഡെല്ലാം. ഇവിടെ രാവിലെ ആകുമ്പോൾ തന്നെ ആൾക്കാർ പുറത്തിറങ്ങും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അതേപോലെ ഗംഗാരതി കാണാനും അതുപോലെ ഇതിനകത്ത് സ്നാനം ചെയ്യാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ മേൽഭാഗത്തുള്ള ഘട്ടുകളൊക്കെ ആയിരുന്നു കണ്ടത്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി ദൂരം പോയായിരുന്നു. ഈ ഒരു ഘട്ട് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഏകദേശം 80-ൽ കൂടുതൽ ഇതുപോലുള്ള ഗംഗാ ഘട്ടുകളാണുള്ളത്. ഗംഗേൻ്റെ തീരത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇത് അവിടെ കാണാൻ നല്ല തിരക്ക്. നമുക്ക് ഇവിടുന്ന് ഇതേ ബോട്ടിങ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഷെയർ ബേസിൽ ഇതേ ഇവിടെ വലിയ ബോട്ടുകളുണ്ട്. അതിലാളാകുമ്പോൾ അവർ കൊണ്ടുപോയി കറക്കി കാണിച്ചു തരും ഇവിടെയുള്ള എല്ലാ ഘട്ടുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം. അതുപോലത്തെ ചെറിയ ബോട്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഹയർ ചെയ്യാം. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. രാവിലെ സൺറൈസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എന്തായാലും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ വാരണാസിയിലെ ബനാറസിലെ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുകൾ കിടക്കുന്നത് കാണാം. ഇതാട്ടോ മെയിൻ ഭാഗം. ഇത് എന്താ ആൾക്കാരൊക്കെ സ്നാനം ചെയ്യുന്നുണ്ട്, കുളിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ പൂജയും കാര്യങ്ങളെല്ലാമാണ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര തിരക്കാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന ഇങ്ങനത്തെ വലിയ ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് കയറാം. ഇവരെല്ലാ കാട്ടും കൊണ്ടുപോയി കാണിക്കും. നമ്മളിവിടെ വന്നാൽ തന്നെ അവർ വിളിച്ച് പറഞ്ഞോളും. നമ്മൾ ഇന്നലെ പോയ ആ ഒരു ഭാഗത്തോടെ കാസിക്കെട്ട് വരെയൊക്കെ അവർ കൊണ്ടുവരും. ഇതായിരിക്കും ഏറ്റവും വില കുറഞ്ഞത് കേട്ടോ. അത് കാരണം അത് ഒത്തിരി പേരെയും കൊണ്ട് പോകുന്ന ബോട്ടാണ്. ഇവിടെ നമുക്കിത് ചെറിയ കുട്ടികളടക്കം ഒത്തിരി പേര് കാന്തം നൂലിൽ കെട്ടിയിട്ട് ഈ വെള്ളത്തിനടിയിലൂടെ ഒക്കെ തപ്പി നടക്കുന്നുണ്ട്. നൂലിൽ കെട്ടി ഈ വെള്ളത്തിനടിയിൽ മുക്കി പൊക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കുളിക്കാൻ വരുന്നവരുടെ ആഭരണങ്ങളൊക്കെ ഊരി പോകുന്നുണ്ടാവും. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. കാലിലൊക്കെ ഉള്ള മോതിരവും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഊരി പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ വെള്ളമാണ്, ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള സാധനങ്ങൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കാന്തവും കൊണ്ട് നടക്കുന്നത് കേട്ടോ. വെള്ളത്തിന് നല്ല ഒഴുക്കായതുകൊണ്ടായിരിക്കും ഇവിടുന്ന് തുഴയുന്ന ബോട്ടുകളില്ല കേട്ടോ. ഈ മേലോട്ട് ഒഴുകാൻ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഗ്രൂപ്പായിട്ടുള്ളതിന് 100 രൂപയാണ്ടുള്ളത് കറക്കി കാണിക്കുന്നതിന് നമുക്കപ്പോൾ ഗ്രൂപ്പായിട്ടുള്ളതിൽ കയറാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറി നമ്മൾ ഇന്നലെ പോയ ഹരിചന്ദ്ര ഘട്ട് മുതൽ അതുപോലെ താഴെയുള്ള മണികർണിക ഘട്ടുണ്ട് അവിടെ വരെയുള്ള കാഴ്ചകളായിരിക്കും കാണുക. അവരെന്നെ പറഞ്ഞു മറ്റുള്ള ബോട്ടുകളൊക്കെ ബന്ധാണ് വെള്ളം കൂടിയോണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. 150 രൂപ കേട്ടോ പറഞ്ഞത്. ഇതിനിപ്പോൾ ആളായാലും മാത്രമേ പോവുള്ളൂ. കുറച്ച് പേരെ ആയുള്ളൂ. അതുകൊണ്ട് നമ്മളേത് ബോട്ട് മാറ്റി ചെറിയ ബോട്ടിലേക്കൊക്കെ അപ്പോൾ അതായത് നമ്മളൊരു 3/4 മണിക്കൂറത്തെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. അതായത് മണികർണിക ഘട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ ഇറങ്ങണം എന്നുള്ളവരെ ഇവിടെ ഇറക്കും. അതായത് ഇവിടെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഞാനും ഇവിടെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിലൊരു യാത്ര ചെയ്താലേ നമുക്ക് എല്ലാ ഘട്ടുകളും നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ. അവിടെ ഒരു താഴെ ഒരു കേദാർഘട്ടിലെ ഒരു ശിവക്ഷേത്രം തമിഴിലൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടല്ലേ. ഇതിപ്പോൾ ലളിതാ ഘട്ട് എന്ന് പറഞ്ഞൊരു ഘട്ടാണ്. ഇതൊരു നേപ്പാളി ക്ഷേത്രം കേട്ടോ. നേപ്പാളി ക്ഷേത്രം. അപ്പോൾ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങ് മേലെ പോയിട്ടാണ് തിരിച്ചു വന്നത്. പോകുമ്പോൾ ഈ സൈഡിൽ കൂടെയാണ് പോവുക. കാരണം നല്ല ഒഴുക്കാണ്. ബോട്ടൊക്കെ വളരെ മെല്ലെയാണ് പോവുക. തിരിച്ചു വരുമ്പോൾ മാത്രം പുഴേൻ്റെ നടുക്കൂടെ വന്നിട്ട് മണികർണിക ഘട്ട് വരെ പോയിട്ട് തിരിച്ചിതിലേക്ക് വന്നു.
മെയിനായിട്ട് ഈ ഘട്ടുകളിലുള്ള ഈ ഒരു ആർക്കിടെക്ചറൽ സംഭവങ്ങളാട്ടോ, എല്ലാ ബിൽഡിങ്ങുകളും ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഈ ഒരു തരത്തിലാണ്. അടിപൊളി കാഴ്ചയാണ്. നമുക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് പുഴയോട് ചേർന്ന് ഇഷ്ടംപോലെ കഫേകളും ഹോട്ടലുകളും ഹോസ്റ്റലുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിലും വന്നിട്ട് നമുക്ക് സ്റ്റേ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളിപ്പോൾ പോയത് ഞാൻ പറഞ്ഞില്ലേ 150 രൂപയാണ്. അത് നമുക്ക് വില വീശൽ കുറയുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ബോട്ടൊക്കെ എടുക്കാം. 2000 രൂപയൊക്കെ നമ്മൾ നിന്ന ഹോസ്റ്റലിൽ നിന്ന് തന്നെ വേണമെങ്കിൽ അവർ വന്ന് രാവിലെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ റൈഡ് അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനൊക്കെ പൈസ കൂടും കേട്ടോ. അതാകുമ്പോൾ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അവർ നിർത്തി തരും. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലൊക്കെ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. പൈസ കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇങ്ങനത്തെ ചെറിയ ബോട്ടുകൾ മാത്രമല്ലാതെ വലിയ ക്രൂയിസ് ബോട്ടുകൾ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു ഫെറിയെങ്ങാണ്ട് ഓടുന്നുണ്ട്. ഈ ഒരു ബനാറസ് മെയിൻ ഘട്ടിന്ന് വേറെ എവിടെ ഒരു സ്ഥലത്തേക്ക് ഒരു ഫെറി സർവീസ് കാര്യങ്ങളുണ്ട്. ഇതേ ഒരു ക്രൂയിസ് ബോട്ട് വരുന്ന കാണാം കേട്ടോ. ഗംഗാരതി കാണാൻ പോകുമ്പോൾ കരയിൽ മാത്രമല്ല വെള്ളത്തിലും ആൾക്കാർ ബോട്ടിൽ വന്ന് നിന്ന് കാണും. അപ്പോൾ ഇതുപോലുള്ള ക്രൂയിസ് ബോട്ടുകളും വന്ന് നിർത്തി അതിനകത്തുള്ളവരെയും കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഗംഗാരതിൻ്റെ ടൈമിലാണ് ബോട്ടിംഗ് എടുക്കുന്നതെങ്കിൽ അതും ഒരു പാക്കേജാണ്. ഗംഗാനദിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഗംഗാരതി കാണാം. നമ്മളോട് ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാരണാസിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാശി വിശ്വനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് ഘാട്ടിൽ നിന്ന് കയറുന്ന വഴി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഘാട്ടിലേക്ക് ഇറങ്ങുന്ന വഴി ഇതാണ്. ഇതിനകത്തും എസ്കലേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറി പോവാൻ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട്. സെക്യൂരിറ്റി ഗേറ്റ് കാര്യങ്ങളെല്ലാം കാണാം. ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഒരു വഴി. ഗേറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് പല ഗേറ്റുകളുണ്ടാവും. പക്ഷേ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ചെപ്പല് അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാൻ. വീഡിയോ കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കാശിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ മണികർണിക ഘട്ട് എന്ന് പറഞ്ഞൊരു ഘട്ട. ഏറ്റവും പുണ്യമായ ശ്മശാന ഘട്ടുകളിൽ ഒന്നാണ്. നമ്മൾ പോയി കണ്ട ഹരിചന്ദ്ര ഘട്ടും അതുപോലെ ഈ മണികർണിക ഘട്ടുമാണ് ശ്മശാന ഘട്ടുകൾ. അതായത് ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നത് ഇവിടാണ്. ഹിന്ദു വിശ്വാസ പ്രകാരം മോക്ഷം ലഭിക്കാനായിട്ടാണ് ആൾക്കാരുടെ ശവശരീരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത്. ഇവിടുന്ന് ദഹിപ്പിച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ദഹിപ്പിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശരീരങ്ങൾ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത്. കാണാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരു ശരീരത്തിന്റെ മുകളിൽ വിറക് കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഇതൊക്കെ കത്തി അമർന്ന ശരീരങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് ദഹിപ്പിക്കുന്ന ആ ഒരു കൂട് ആ ഒരു സംഭവമാണ്. അതേപോലെ താഴെ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദഹിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇത് താഴെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് അതിൻ്റെ വിറക് കാര്യങ്ങളെല്ലാം തൂക്കിയെടുക്കുന്നൊക്കെ ഒരു ഏരിയ ആണിത്. കണ്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. വാരണാസിയിൽ കാശിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര കൂളായിട്ട് കാണുന്നൊരു കാര്യമാണ്. ആൾക്കാരൊക്കെ കാണാൻ വരും. അതേപോലെ തന്നെ ഓരോ ബോഡി കത്തി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബോഡി വരും. ശവശരീരങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു സാധാ ജോലി പോലെ തന്നെയാണ്. അത് കത്തിക്കുന്ന ആളാണേലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചാരം വാരി കളയുന്ന ആൾക്കാരാണേലും ഒക്കെ ഭയങ്കര കൂളായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ചെയ്യുന്ന പണി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനും ആദ്യമായിട്ടാണ് ഒരു ശവശരീരം ദഹിപ്പിക്കുന്നത് കാണുന്നത് ഇവിടുന്ന്. കാശിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നും ഇവിടുത്തെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഒരു വീഡിയോയിലും ആർക്കും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നോരോന്നും നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. വന്ന് കണ്ടാലേ ആ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ഫീല് കിട്ടത്തുള്ളൂ. വീഡിയോയിലൂടെ ഒന്നും അതൊന്നും കിട്ടത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകമാട്ടോ.
ഇവിടെ ലസ്സി ഫേമസ് ആണെന്നറിയാലോ. ഇത് ഒരു ബ്ലൂ ലസ്സി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൻ്റെ പരസ്യമാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ലസ്സി ഷോപ്പാണ്. പക്ഷേ അടച്ചേക്കാണ്. രാവിലെ സമയം 8:30 ആയിട്ടുള്ള ഒരു 9:30-10 മണിയായിട്ട് തുറക്കുള്ളൂ. കുറേ സ്ഥലത്തുനിന്ന് ഇവർ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് ലസ്സി ട്രൈ ചെയ്യണം. ഇവിടെ കഞ്ചാവൊക്കെ ഇട്ടുണ്ടാക്കിയ ലസ്സി കിട്ടും. പക്ഷേ ഇതല്ല, ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ലസ്സിയാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ പല വെറൈറ്റി ഒക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ വാരണാസി എന്തായാലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെ വന്ന് നിന്ന് ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വീഡിയോ കണ്ടാലൊന്നും ഇവിടുത്തെ ഒരു ഫീല് മനസ്സിലാവത്തില്ല. അപ്പോൾ സമയം വൈകുന്നേരമായി. നമ്മൾ രാവിലെ പോയി കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിച്ചു വിട്ടിട്ട് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ. ക്ഷേത്രങ്ങളും ഇതുപോലുള്ള ഘട്ടുകളും ഒക്കെ ആയിട്ട് വേറെ വൈബാണ്. ഒരാഴ്ചയൊക്കെ ഇവിടെ നിന്നാലും നമുക്ക് നേരം പോകുന്ന അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വാരണാസിയിൽ നിന്ന് നാളെ നമ്മൾ ഇവിടുന്ന് പോകും. നമ്മളിവിടുന്ന് നേരെ മുംബൈയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1500 കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്ക്. അപ്പോൾ എങ്ങനെയാവുന്നറിയില്ല. ഒറ്റയ്ക്ക് ഇത്ര ഓരോ റൈഡ് ചെയ്യണം. 2-3 ദിവസം 3 ദിവസം എന്തായാലും എടുക്കും മിനിമം. അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്ലാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. കണ്ടിന്യൂസ് ഓടിച്ച് അവിടം വരെ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ പ്ലാന്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്തായാലും നമ്മൾ മുംബൈയിൽ നിന്നായിരിക്കും വീഡിയോ ചെയ്യുക. അപ്പം നോക്കാം കേട്ടോ നമുക്ക്.